ഇസ്ലാമിക നിയമങ്ങളെ വെറുക്കുന്നവരുടെ എണ്ണം കൂടുന്നതായി ഒരു റിപ്പോർട്ട് പുറത്ത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്നു. പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് ഇപ്രകാരം ലോകത്ത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി പറയുന്നത്. അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായി ഇതുവരെ മില്യൺ കണക്കിന് ആളുകളാണ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്നത്. യുവതിയുവാക്കളാണത്രേ ഇവരിൽ ഭൂരിഭാഗവും. ഇതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും. 4 വർഷത്തിനിടെ അമേരിക്കയിൽ 1.3 മില്യൺ മുസ്ലിങ്ങളാണ് മതം ഉപേക്ഷിച്ചത് എന്നാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗവും ഇസ്ലാമിക നിയമങ്ങളിൽ മനംമടുത്താണ് മതം ഉപേക്ഷിച്ചത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2019 മുതൽ ഇതുവരെ 23% പേരാണ് മതം ഉപേക്ഷിച്ചത്. ഇസ്ലാമിക നിയമങ്ങളോടുള്ള എതിർപ്പാണ് ഇവരിൽ 7% പേർക്കും മതം ഉപേക്ഷിക്കാൻ പ്രേരണയായത് എന്ന് അവർ വെളിപ്പെടുത്തുന്നു. ജർമ്മനിയിലും വിശ്വാസികൾ കൂട്ടത്തോടെ ഇസ്ലാം മതം വേണ്ട എന്ന് വയ്ക്കുകയാണ്. രാജ്യത്ത് പ്രതിവർഷം 15,000 മുതൽ 20,000 വരെ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നുണ്ട് എന്നാണ് പ്രശസ്ത പത്രമായ ഡൈ വെൽറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിട്ടനിൽ പ്രതിവർഷം 1 ലക്ഷം പേരാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവല്ല. 2023 ഇറാനിൽ ഒരുപാട് പേരാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് ഉൾപ്പെടെ പരിവർത്തനം ചെയ്യപ്പെട്ടത്. 1981 മുതൽ 2020 വരെ മിഡിൽ ഈസ്റ്റിലും ലക്ഷക്കണക്കിന് പേരാണ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു കടന്നത്. ടുണീഷ്യ, മൊറോക്കോ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലും മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. മനുഷ്യരാശിയുടെ പുരോഗതിയെ തടയുന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നാണ് മതം ഉപേക്ഷിച്ചവരുടെ വിലയിരുത്തൽ. ഇസ്ലാം മതത്തിൽ തുടരുന്നത് സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാണ് എന്നും ആളുകൾ വിലയിരുത്തുന്നു. ഇതോടെയാണ് മതം ഉപേക്ഷിക്കുന്നത്. ഇതിനുശേഷം മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നവരും ഉണ്ട്. ഇസ്ലാമിൽ തുടരുന്നുണ്ട് എങ്കിലും മതനിയമങ്ങൾ പിന്തുടരാത്തവരും ധാരാളമാണ്. അതേസമയം ഇസ്ലാം മതത്തിൽ നിന്നുമുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് മതപുരോഹിതരെയാണ് ഏറെ ഞെട്ടിക്കുന്നത്. എക്കാലവും ഏറെ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് ഇസ്ലാമിക മതനിയമങ്ങൾ. ആധുനിക നീതിന്യായ വ്യവസ്ഥകളെ മറികടന്നുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ലോകരാജ്യങ്ങളിലൊക്കെ പ്രതിഷേധം ശക്തമാണ്. കാലഹരണപ്പെട്ട നിയമങ്ങളാണ്, കാലഹരണപ്പെട്ട വ്യവസ്ഥകളാണ്. ഇന്ത്യയിലടക്കം മുസ്ലിം പുരോഹിതന്മാർ വിശ്വാസികൾക്ക് മേൽ അത് അടിച്ചേൽപ്പിക്കുന്നത് ഇന്നും തുടരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഇസ്ലാമിക നിയമങ്ങൾ കൂച്ചുവിലങ്ങിടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള മുസ്ലിം ലോകത്തെമ്പാടുമുള്ള ജഡ്ജിമാരോ രാഷ്ട്രീയക്കാരോ ഇസ്ലാമിക നിയമങ്ങൾ പരിഷ്കരിക്കാനും സ്വന്തം കോടതികൾക്ക് കീഴിൽ കൊണ്ടുവരാനും ക്രോഡീകരിക്കാനും ഒക്കെ സാധിച്ചുവെങ്കിലും ഇന്ത്യയിൽ ഇത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നതാണ് പരമമായ സത്യം. എല്ലാ പൗരന്മാർക്കും ഒരു ഏകീകൃത കുടുംബ നിയമങ്ങൾ ഇന്ത്യ ഒരിക്കലും ഏർപ്പെടുത്തിയിട്ടില്ല. മിക്ക മുസ്ലിം നിയമങ്ങളും ശാഠ്യപൂർവ്വം ക്രോഡീകരിക്കപ്പെടാതെ തുടരുന്നു എന്നതാണ് സത്യം. മതപരമായ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടാതെ തുടരുകയും കോടതിക്ക് പുറത്ത് വിവാഹമോചനങ്ങൾ നടക്കുകയും ചെയ്യുന്ന സമൂഹതലത്തിൽ അനിയന്ത്രിതമായ ഒരു സ്ഥലത്താണ് പലപ്പോഴും ഇവർ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് ലോകത്തിൽ പലരും ഈ ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നതാണ്. പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നും ഇത് ഇതുവരെയും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമിക നിയമങ്ങളിലും ഇസ്ലാമിക നിയമവ്യവസ്ഥയിലും പ്രതിഷേധം കാണിക്കുന്നതിന് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യ അല്ലാതെയുള്ള മറ്റു രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചു പലരും ഇസ്ലാം മതം വിട്ട് പുറത്തു വരുന്നത്. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും ആ നിയമത്തിൽ നിന്ന് പുറത്തു വരണം എന്ന് ആരും ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണം എന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ചില നിയമങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച വേണമെന്നും സ്ത്രീകൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വേണമെന്നും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.